Yes, I mean, മലയാള സിനിമയിലെ മികച്ച നടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിരവധി പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി കഴിഞ്ഞൊരു വർഷം നമ്മൾ പ്രേക്ഷകരും ഓൺലൈൻ വോട്ടേഴ്സും സെലക്ട് ചെയ്തത് ഈ നടിയാണ്. അതിനൊരു കാരണമുണ്ട്. വി ആർ സോ ഹാപ്പി ഷീ ചോസ് ടു കം ബാക്ക് ടു ഫിലിംസ് ആഫ്റ്റർ സച്ച് എ ലോങ് ഗ്യാപ്പ്. ആൻഡ് തീർച്ചയായിട്ടും 2016ലും ഷീസ് ഡൺ റിയലി റിയലി വെൽ ആൻഡ് വി ആർ സോ ഹാപ്പി ടു സീ ഹർ ഓൺ ദ ബിഗ് സ്ക്രീൻ acting and on the stage dancing away. Ladies and gentlemen, let's welcome Asia Vision Movie Awards 2016 namalde grand band best actress, the one and only Manju Warrier. Veta Karingundam Sixes enni cinemagalde abhinayithinana Manju Warriorku Asia Vision Movie Awards 2016 best actress ennoru award innu ലഭിക്കുന്നത്. Karingundam Sixes അതുപോലെ തന്നെ Veta എന്ന ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ രണ്ട് റോൾസിലാണ് കണ്ടത്. ഏഷ്യ വിഷൻ്റെ പുരസ്കാര വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നത് എനിക്കിത് രണ്ടാമത്തെ തവണയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിന് ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് എനിക്ക് ഏഷ്യ വിഷൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് വേട്ട, കരിങ്കുന്നം സിക്സസ് എന്ന രണ്ട് ചിത്രങ്ങൾക്ക് ഈ പുരസ്കാരം വീണ്ടും എൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ഹൃദയം കൊണ്ട് ഞാൻ ഏറ്റുവാങ്ങുകയാണ്. വേട്ട എന്ന ചിത്രത്തിൻ്റെ പുരസ്കാരം ഒരു സന്തോഷവും വേദനയും ഒരുമിച്ചുള്ള ഒരു വികാരമാണ്. വേട്ടയിലെ പ്രകടനം അംഗീകരിക്കപ്പെടണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അതിൻ്റെ സംവിധായകൻ രാജേഷ് പിള്ളയാണ്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ഒരു നിമിഷം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നമ്മളെ ആവേശം കൊള്ളിച്ച ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്ന ഒരു സ്റ്റേഡിയമാണ് ഇത്. അതുകൊണ്ട് തന്നെ സ്പോർട്സിനെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള കരിങ്കുന്നം സിക്സസ് എന്ന ജിമ്മി ജോർജ് എന്ന ഇതിഹാസത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമായി ഒരുക്കിയ കരിങ്കുന്നം സിക്സസിന് വേണ്ടിയിട്ടും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതും എൻ്റെ ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്നു. വേട്ടയുടെ അതിൻ്റെ നിർമ്മാതാവിനെയും കഥാകൃത്തിനെയും തിരക്കഥാകൃത്തിനെയും പ്രിയപ്പെട്ട ചാക്കോച്ചൻ, എന്നോടൊപ്പം അഭിനയിച്ച ചാക്കോച്ചൻ, ഇന്ദ്രൻ, എല്ലാവരെയും ഓർക്കുന്നു. കരിങ്കുന്നം സിക്സസിൻ്റെ ദീപുവിനെയും അതിൻ്റെ നിർമ്മാതാവിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈ പുരസ്കാരം ഞാൻ രാജേഷ് പിള്ളയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹവും പ്രോത്സാഹനവും, പ്രവാസി മലയാളികളാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രോത്സാഹകർ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടുവോളം ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കെയർ ഓഫ് സൈറ ബാനു എന്ന സിനിമയിലാണ്. ആ ചിത്രത്തിനും ഇതേപോലെ ഉള്ളൊരു സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. ഇവിടെ പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.